തായമ്പക എന്ന ആഘോഷകലയെ ഒരു കലാരൂപമാക്കി മാറ്റിയതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ഒരു പ്രശസ്തനായ കലാകാരൻ. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ആ പ്രശസ്തനായ കലാകാരനെ പരിചയപ്പെടാം. മറ്റാരുമല്ല, മലയാളികളുടെ ഏറെ പ്രശസ്തനായ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആദ്യമേ പറഞ്ഞതുപോലെ തായമ്പക എന്ന ഒരാഘോഷകലയെ ഒരു കലാരൂപമാക്കി മാറ്റിയെടുക്കുന്നതിൽ അങ്ങ് വഹിച്ച ആ പങ്ക് അതെടുത്തു പറയേണ്ടതാണ്. ഇതെങ്ങനെയാണ് സാധിച്ചെടുത്തത്? തായമ്പകയ്ക്ക് പണ്ടുകാലത്ത് രണ്ട് ശൈലികളാണ് പറയപ്പെട്ടിരുന്നത്. ഒന്ന് മലമക്കാവ് ശൈലി, ഒന്ന് പാലക്കാടൻ ശൈലി. ഈ രണ്ട് ശൈലികളും സാധാരണ നടന്നു വരുന്ന ഒരു കാലത്താണ് ഞാൻ ആ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പം അന്നൊക്കെ പഴയ ആശാന്മാർ ആ ശൈലി കൃത്യമായിട്ട് ചെയ്തു പോരുക. അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതൊരു ശരിയല്ലാത്തൊരു കാര്യമാണെന്നുള്ള തരത്തിലുള്ള അത്തരം ഗുരുനാഥന്മാരാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ പക്ഷേ എന്നെ അത്തരം തായമ്പക രംഗത്ത് അന്ന് നടന്നിരുന്ന ഗുരുനാഥന്മാരാരും എന്നെ പഠിപ്പിച്ചൊരു ബന്ധമില്ല. ഞാൻ എന്നെ പഠിപ്പിച്ചത് വേറൊരു ഗുരുനാഥനാണ്. അപ്പോൾ ഇവരുടെ ഈ ശൈലി കൃത്യമായിട്ട് കൊണ്ടു നടന്ന കാലത്ത് അതൊന്നും നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ അതിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തണം. ആ ഒരു മനോഭാവം എനിക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ശൈലിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാൻ എൻ്റേതായ ചില കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അത് ചെയ്യൽ മാത്രമല്ല, അത് നമ്മൾ ചെയ്താൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അവരംഗീകരിക്കുകയും കൂടി വേണം. അത്തരം അംഗീകാരം കിട്ടി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഞാൻ ഇതിൽ തന്നെ നടക്കുന്നത്. അല്ല, ഈ രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം? ജന്മനാ ഞാനൊരു മാരാർ കുടുംബത്തിലാണ്. മാരാർ എന്ന് പറഞ്ഞാൽ ചെണ്ട, ഒരു അഭേദ്യമായ ബന്ധമാണല്ലോ ഞങ്ങൾക്ക്. ഞാൻ ജനിച്ചത് മട്ടന്നൂരാണ്. മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അമ്പലത്തിലെ പൂജ കൊട്ട അടിയന്തരം ഞങ്ങളുടെ കുടുംബത്തിനായിരുന്നു. അപ്പോൾ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ഈ ചെണ്ടയുടെ ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. അത് കേട്ടിട്ടാണ് ഞാൻ വളരുന്നത്. അതൊക്കെയാണെങ്കിലും അതോട് ഇതെനിക്ക് വേണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലെ അടിയന്തരം കാരണം നമ്മളൊരു 4 വയസ്സ് 5 വയസ്സ് ആയിക്കഴിഞ്ഞപ്പോൾ സാധാരണ ഏറ്റവും ചെറിയ കുട്ടീനെ പൂജ കൊട്ടാൻ പറഞ്ഞേക്കുക, അതൊരു പ്രവണത ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്, പാരമ്പര്യമായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കൊട്ടി വളർന്ന് വരുമ്പോൾ ആണ് എനിക്കൊരു അനുജൻ ഉണ്ടാകുന്നത്. അവനൊരു 5-6 വയസ്സാകുമ്പോൾ പിന്നെ അവനെങ്ങനെയാണ് ഇതിനെ പറഞ്ഞേക്കുക എന്നുള്ളത് എനിക്കതിൽ നിന്ന് ഒഴിഞ്ഞു വരാൻ. അപ്പോൾ അതൊരു ജോലിയായിട്ട് മാത്രമേ അന്ന് തോന്നിയിരുന്നുള്ളൂ. പിന്നീട് അച്ഛനാണ് എനിക്ക് ആ വിഷയത്തിലൊരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആ വിഷയം പഠിപ്പിച്ചാൽ അതിലെന്തെങ്കിലുമായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടത് അച്ഛനാണ്. അങ്ങനെ അച്ഛനാണ് ആദ്യം തായമ്പക പഠിപ്പിച്ചു തുടങ്ങിയത്. 8ാമത്തെ വയസ്സിൽ മട്ടന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് എൻ്റെ തായമ്പക അരങ്ങേറ്റം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് സ്കൂൾ വിദ്യാഭ്യാസമല്ല, അതിനോടൊപ്പം 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു മട്ടന്നൂർ. 6ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഉടനെ അച്ഛൻ എന്നെ കഥകളി ചെണ്ട പഠിക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിലുള്ള പേരൂർ ഗാന്ധി സേവാ സദനത്തിലേക്ക് അയച്ചു. അന്നൊക്കെ ഇതേപോലെ ഈ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഒരുപാട് താല്പര്യമുള്ള ഒരു
ഒരു താല്പര്യമുള്ളവരുണ്ട്. അതുമാത്രമല്ല അതേ ചെയ്യാൻ പാടുള്ളൂന്നുണ്ട്. അതുകൊണ്ട് അത് ആ ഒരു കാലത്ത് അങ്ങനെയാണ്. അനുഷ്ഠാന കലകളിലൊക്കെ പ്രത്യേക താല്പര്യമുള്ള ആൾക്കാരായിരുന്നു. അതെ, പ്രത്യേക താല്പര്യമുണ്ട്. അത് അനുഷ്ഠാനമായിട്ട് തന്നെ പാടുള്ളൂ, അത് വേറൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കന്ന് 12 വയസ്സാണ്. അങ്ങനെയാണ് ഞാൻ പേരൂർ ഗാന്ധി സേവാ സെൻ്ററിൽ പോകുന്നത്. അന്നൊക്കെ കേരള കലാമണ്ഡലം ഉള്ള കാലം തന്നെയാണ്. പക്ഷേ അച്ഛൻ എന്നെ പേരൂർ ഗാന്ധി സേവാ സെൻ്ററിലേക്ക് പറഞ്ഞേക്കാൻ കാരണം കഥകളി ചെണ്ട പഠിക്കുന്നതിനോടൊപ്പം തന്നെ ചുരുങ്ങിയ സ്കൂൾ വിദ്യാഭ്യാസം മിനിമം ഒരു 10ാം ക്ലാസ്സെങ്കിലും പാസ്സാവണം എന്നുള്ളൊരു മോഹം, അതിനുള്ള സൗകര്യം ആ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി പെട്ടെന്ന് ചെറുങ്ങനെ എന്നെക്കൊണ്ട് ചെറിയ തോതിൽ എൻ്റെ അന്ന് അവിടെ കലാമണ്ഡലം അല്ലെങ്കിൽ പല്ലശ്ശന ചന്ദ്രവനാട് ആശാനായിരുന്നു എന്നെ എൻട്രൻസിനൊക്കെ കോച്ചിങ്ങിന് വിടുന്ന പോലെ അല്ലേ? അതെ. അപ്പോൾ അത് അദ്ദേഹം എൻ്റെ ആദ്യത്തെ കൊട്ടിൽ തന്നെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. പിന്നീട് അവിടെയാണ് കഥകൾ പിന്നെ ആത്മാർത്ഥമായിട്ടുണ്ട് അതിനൊക്കെ. അതെ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അങ്ങ് ഒരു തൊഴിലായി സ്വീകരിച്ചത് അങ്ങനെ? അതൊരു തൊഴിലായിട്ട് സ്വീകരിച്ചു. കാരണം വേറെ മുതലൊന്നും കയ്യിലില്ല. അപ്പം പിന്നെ ഇത് തൊഴിൽ ചെയ്യണമല്ലോ. പക്ഷേ അന്നൊക്കെ ആ തൊഴിൽ കൊണ്ട് മാത്രമൊന്നും ഒരു ജീവിതം നടന്നു പോകുന്നു തോന്നിയിരുന്നില്ല. പ്രത്യേകിച്ചും തായമ്പ അരങ്ങേറ്റം കഴിഞ്ഞ് കഥകളി ചെണ്ട പഠിച്ചതിന് ശേഷം പിന്നീട് കുറച്ചു കാലം കഥകളിക്ക് മാത്രമാണ് പോയിരുന്നത്. കഥകളിക്ക് ചെണ്ട കൊട്ടാനാണ് പോയത്. അന്നത്തെ ഈ ആചാരം എന്ന് പറയുന്നത് അന്ന് നിലവിലുള്ള ആ സമ്പ്രദായം തന്നെയാണോ ഇപ്പോഴും തായമ്പകയിലായാലും മറ്റ്? അല്ലല്ല, തായമ്പകയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം ഞാനൊരു 10-35 വർഷമായിട്ട് ഞാൻ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതിലൊരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ തായമ്പയുടെ ഘടന എന്ന് പറഞ്ഞാൽ ആദ്യം ചെമ്പടവട്ടം, പിന്നെ കൂറുകൾ കൂട്ടുക. അത് അടന്തക്കൂറ്, ചെമ്പക്കൂറ്, പഞ്ചാരിക്കൂറ്, പിന്നെ ഇടവട്ടം 1, 2 കാലങ്ങൾ, ഇടനില, ഇരികിട. ഈ രീതിയിലാണ് തായമ്പകയുടെ ഘടന. ആ കാലത്തൊക്കെ ചെമ്പടവട്ടം കലാശി ഇപ്പോൾ അടന്തക്കൂറാണ് കൊട്ടുന്നുണ്ടെങ്കിൽ അതിൽ സാധാരണ കൊട്ടി വരുന്നൊരു കാലമുണ്ട്. അതിനൊക്കെ മാറ്റിയിട്ട് ഒരുപാട് പതിഞ്ഞ് കാലം ഇട്ട് അതിൽ കൊട്ടി നിറയ്ക്കുന്നൊരു പ്രവണത. അതങ്ങനെ വരണമെങ്കിൽ അതിനൊരുപാട് പണിയെടുക്കും. താളത്തിൻ്റെ കൃത്യമായ ജ്ഞാനം വേണം. താളങ്ങളെല്ലാം അന്ന് നിന്നും ഒരുപോലെ? താളങ്ങൾക്കൊരു മാറ്റവുമില്ല. അത് സമയം മാതിരിയാണ്. സമയത്തിനൊരു മാറ്റമില്ല. ആ സെക്കൻഡും മണിക്കൂറുകളൊക്കെ അങ്ങനെ ഉണ്ട്. താളം എന്ന് പറഞ്ഞാൽ അവരൊരു സമയം മാതിരിയുള്ളൊരു അളവാണ്. അതിന് മാത്രം മാറ്റം സംഭവിച്ചിട്ടില്ല? ഇല്ല. അതിന് മാറ്റം സംഭവിച്ചാലാണ് ഈ താളപ്പിഴ എന്നൊക്കെ വരുന്നത്. താളം പിഴച്ചാൽ കഴിയും അവതാളം. അപ്പം അതിന് മാത്രമല്ല, നമ്മൾ അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ക്രിയകൾക്ക് അതാണ് ഓരോരോ വ്യക്തിത്വങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ്. അപ്പോൾ താളത്തിന് മാറ്റമില്ല, അതിൽ ചെയ്യുന്ന ക്രിയകൾ എന്നും മാറിക്കൊണ്ടിരിക്കുന്നു. സ്ഥായിയായിട്ടൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം 30 വർഷത്തെ അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇനി 35 വർഷത്തെ അനുഭവ പാരമ്പര്യമായിട്ടാണല്ലോ അങ്ങ് നിൽക്കുന്നത്. അതെ. അപ്പം അന്നത്തെ രീതിയിലുള്ള ആ അനുഷ്ഠാനങ്ങളും ഇപ്പോഴത്തെ അന്നത്തെ ഒരു തലമുറയ്ക്കുണ്ടായിരുന്ന ഒരു ഇതിനോടുള്ള താല്പര്യവും ഈ പുതിയ തലമുറയ്ക്കുണ്ടായ ഒരു താല്പര്യവും അത് എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? അന്നത്തെ കാലത്ത് അന്ന് കുട്ടികളെന്ന് പറയുമ്പോൾ ഇതേപോലെ കൊച്ചുനാളിലെ മുതൽ തന്നെ വീട്ടുകാർ തന്നെ ഇതിനെ നിർബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു അങ്ങനെ ചെയ്യും. അത്തരം സ്റ്റേജുകളിലൊക്കെ നമ്മൾ ഈ തായമ്പയോ അല്ലെങ്കിൽ പഞ്ചവാദ്യമോ മേളോ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ സമുദായത്തിൽ നിന്നോ ഇല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നോ ഭ്രഷ്ടാവി പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരുന്നു കലാകാരന്മാർ, നമ്മുടെ ആൾക്കാർ തന്നെ. അപ്പം അതിന് യാതൊരു ഭയവുമില്ലാതെ അന്നും ഇന്നും ഒരേമാതിരി ഒരു ഭയവുമില്ലാതെ എവിടെ വേണമെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ പോയി നടത്താനുള്ളൊരു മനസ്സ് ഞാൻ അന്നും കാണിക്കാറുണ്ട്, ഇന്നും കാണിക്കാറുണ്ട്, എന്നും കാണിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അല്ല, അത് അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഏറ്റവും വളരെ നല്ലൊരു കാര്യമാണ്. കല എന്ന് പറഞ്ഞാൽ തന്നെ അതിന് വേണ്ടിയിട്ടാണല്ലോ. സമൂഹത്തിൻ്റെ നന്മയ്ക്കും അവരുടെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അവരുടെ സ്വകാര്യ ദുഃഖങ്ങൾ പോലും മറക്കാനുള്ളൊരു ഉപാധിയായിട്ടാണ് കല. അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഏത് കലയായാലും, അത് സംഗീതമായാലും വാദ്യമായാലും സിനിമയായാലും ഏതായാലും, അത് അവനവന് ഇഷ്ടമുള്ള ഏത് കലയായാലും അത് തൻ്റെ വിഷമങ്ങൾ മറന്ന് സ്വയം ഈ ലോകത്ത് നിന്ന് വിട്ട് വേറൊരു സന്തോഷകരമായ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് കലയുടെ പൊതുവായ ധർമ്മം.
അതൊരു സ്ഥലത്ത് മാത്രം പോരാ, അത് ലോകം മുഴുവൻ പോകണം. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചെണ്ടമേളം കേട്ട് മതിമറന്ന് നിൽക്കുന്ന ആ കാഴ്ച കാണുമ്പം തന്നെ ഒരു കലാകാരൻ്റെ മനസ്സ് നിറയും. നമ്മുടെ ജീവിതം ധന്യമാവുന്ന, മനസ്സെന്നറിയാനല്ല, നമ്മുടെ ജീവിതം, നമ്മൾ എന്തിനു വേണ്ടി ജനിച്ചു, നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഇത്രയും ആൾക്കാരുടെ നല്ല മനസ്സ് ഒരു നിമിഷമെങ്കിലും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതം, ഇത് ചെയ്യുന്ന കലാകാരൻ്റെ ജീവിതം ധന്യമായി എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം, വീട്ടിലെ ആരെയും ഇതിനോട് കലാപരമായ വാസനകൾ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ടോ? എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ, ഒരു ഭാര്യ, 3 മക്കൾ, 2 ആൺകുട്ടികളും 1 പെൺകുട്ടി, 3 പേരും വിവാഹിതരാണ്. ആൺകുട്ടികൾക്ക് 2 പേർക്കും ഓരോ മക്കളും കൂടിയുണ്ട്. മൂത്ത മകനൊരു ആൺകുട്ടി, രണ്ടാമത്തെ മകനൊരു പെൺകുട്ടി, പിന്നെ മകളാണ്, അവൾക്ക് കുട്ടികളായിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഈ ആൺകുട്ടികൾ 2 പേരും എൻ്റെ കൂടെ സ്ഥിരമായിട്ട് തായമ്പ് കൊട്ടാൻ വരാറുണ്ട്. അവരും ഇതേ രംഗത്തിന്, അവർ 2 പേരും കോളേജിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നിനും നിർബന്ധിച്ചിരുന്നില്ല, നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്നതാവണം. ഇന്നത്തെ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല അല്ലേ? ഇല്ല. പിന്നെ ഡോക്ടറാക്കി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരമേ ഉണ്ടല്ല. നിങ്ങൾ ഏത് ചെയ്യുന്നുവോ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം, അത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ കോളേജിലൊക്കെ പഠിച്ചതിന് ശേഷം അവർക്ക് തോന്നി ചെണ്ടയാണ് നല്ലതെന്ന്. അപ്പോൾ അവർ എൻ്റെ കൂടെ തന്നെയാണ്, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസവും. അതുപോലെ തന്നെ ഈ കൂടുതൽ അറിവ് പകർന്നു കൊടുക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഈ ഒരുമിച്ചുള്ള താമസം അതിന് ഏറ്റവും ഉപകരിക്കും. പലപ്പോഴും ഞങ്ങൾ 3 പേരും ചേർന്നിട്ടുള്ള ട്രിപ്പിൾ തായ്മ പതിവുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നാളെ ഇന്ന എണ്ണങ്ങൾ കൊട്ടാം. അപ്പോൾ അത് ചേർന്ന് ഈ ഒന്നിലധികം പേര് കൂടി നിന്ന് തായമ്പ് കൊട്ടുമ്പോൾ അതിൻ്റെ യോജിപ്പാണ് എപ്പോഴും ഉണ്ടാവേണ്ടത്. അത് എവിടെ നിന്നെങ്കിലും വന്നവരാകുമ്പോൾ ആ മുഴുവൻ യോജിച്ചു എന്ന് വരില്ല. അപ്പോൾ ആ ഒരു യോജിപ്പ് 100% ഉണ്ടാക്കാനുള്ള ശ്രമം ചെയ്യാൻ ഈ ഒരുമിച്ചുള്ള താമസം ഞങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട്. തായമ്പകയുടെ ആധുനികതയുടെ ഒരു വക്താവായിട്ടാണ് അങ്ങ് അറിയപ്പെടുന്നത്. അതായത് യുവതലമുറയിലെ പ്രസിദ്ധരായ സംഗീത പ്രതിഭകളുമായി ഒത്ത് അങ്ങ് ഫ്യൂഷൻ പോലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതുമായിട്ട് യോജിച്ചു പോകുന്നത്? ഞാൻ കൊണ്ടു നടക്കുന്ന വാദ്യം ചെണ്ടയാണെങ്കിലും സംഗീതം എന്ന് പറഞ്ഞാൽ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അത് ഏത് സംഗീതമാണെങ്കിലും അത് കേൾക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട വിനോദമാണ്. അത് കർണാട്ടിക് കച്ചേരിയായാലും ശരി, നല്ല സിനിമാ പാട്ടുകളായാലും ശരി. അപ്പോൾ അങ്ങനെയുള്ള അവസരം കിട്ടുമ്പോൾ മുൻപിൽ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ആദ്യം ഇത്തരം ചെണ്ട എന്ന് പറഞ്ഞൊരു ഉപകരണം അതൊരു ശ്രുതിയില്ലാത്ത ഉപകരണമാണ്, അത് ഏതിനോടും ചേരില്ല. ഉണ്ട്. അതെ അതെ. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ കിട്ടുമ്പോൾ അത്തരം കലാകാരന്മാരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവം ഞാൻ കാണിക്കാറുണ്ട്. പലപ്പോഴും അതിനുള്ള അവസരം ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നീട് നിരവധി തവണ അവരെന്നെ തന്നെ വിളിക്കാനുള്ളൊരു മനസ്സ്. എന്താണെന്നറിയില്ല, അത് അവരുടെ ഇഷ്ടമാണല്ലോ. പക്ഷെ ഞാനതിനെ സ്നേഹിക്കുന്നു, എനിക്കതിൽ ചേരാൻ ഇഷ്ടമാണ്. അത് ചെറുപ്പം വരുമ്പോൾ അങ്ങനെയില്ല. ആ വിഷയം കൊണ്ട് കിടക്കുന്ന, നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആരായാലും അതിനോട് യോജിച്ച് പ്രവർത്തിക്കും. അത് അങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് മനസ്സിന് കൂടുതൽ നമുക്കൊരു നമ്മുടെ ജോലിയിലുള്ള ഒരു സംതൃപ്തി കിട്ടുന്നത്. അതേ പഴയ വാദ്യരൂപങ്ങളിലൊക്കെ രണ്ടും 2 തരത്തിലുള്ള അനുഭവമാണ്. നമുക്ക് അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു ദിവസം ഇഡ്ഡലി കഴിക്കുന്നുണ്ടാവും, ഒരു ദിവസം ദോശയാവും കഴിക്കുന്നത്. ഇത് ഏത് കഴിച്ചാലാണ് സംതൃപ്തി? രണ്ടും തൃപ്തിയാണ്. എങ്കിലും നമ്മൾ ചെണ്ട എന്നുള്ള വിഷയത്തിൽ ഒരു തായമ്പ കൊട്ടുന്നതിൻ്റെ ഗൗരവം, അതിനാണ് നമുക്ക് നമ്മുടെ 100% പ്രവൃത്തിയും കാണിക്കാൻ പറ്റുള്ളൂ. ഇതിലങ്ങനെയില്ല. ഇത് ചെണ്ട എന്ന് പറയുന്നൊരു സാധനം ഇപ്പോൾ മറ്റ് പല ഉപകരണങ്ങളായിട്ട് വായിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ളൊരു അക്കമ്പനി
ഇൻസ്ട്രുമെൻ്റായിട്ട് തന്നെ പോകാൻ പാടുള്ളൂ. അതല്ലാണ്ട് ഞാൻ ഇപ്പോൾ ഒരു വയലിൻ കച്ചേരിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തായം പോട്ടി തുടങ്ങിയാൽ പിന്നെ വിളിക്കില്ല, നേരത്തെ പറഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ അതിന് യോജിച്ച് അവരുടെ ആ സംഗീതത്തിൽ യോജിച്ചും കൊണ്ട് എന്തൊക്കെ നമുക്കതിൽ കുറച്ചും കൂടി അത് ഉയർത്താൻ പറ്റും സാധിക്കുകയാണെങ്കിൽ ആ ഒരു ശ്രമം ചെയ്യാന്നല്ലാണ്ട്, അപ്പോൾ അതിന് വേറെ തരത്തിൽ ഒരു മാനസികാവസ്ഥയാണ്. പക്ഷേ അതിനും തൃപ്തിയാണ്. അതാണ് രണ്ട് തരത്തിലുള്ള തൃപ്തി. വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ നേതൃത്വം, അതായത് വാദ്യമേളത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന അങ്ങ്, തൃശ്ശൂർ പൂരത്തിലെ അതിനെക്കുറിച്ചുള്ള അനുഭവം. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞാനതിൽ പ്രത്യേകിച്ച് തിരുവമ്പാടി വിഭാഗത്തിൽ പ്രമാണം വർഷങ്ങളായിട്ടില്ല. പ്രമാണം വഹിച്ച് തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ 32 വർഷം ഞാൻ ഒരേ തിരുവമ്പാടി വിഭാഗത്തിന് മാത്രം മേളത്തിന് പങ്കെടുത്ത ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലാണ് എന്നെ മേളത്തിൻ്റെ പ്രമാണിയായിട്ട് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ 32 കൊല്ലത്തെ അനുഭവമുണ്ട്. ആ കാലത്ത് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി കൊട്ട് തുടങ്ങുന്ന കാലത്ത് പട്ടരാത്ത് ശങ്കരമാരാർ, പല്ലാവൂരപ്പന്മാരുടെ അച്ഛൻ, അദ്ദേഹമായിരുന്നു തിരുവമ്പാടിയിൽ പ്രമാണം. അന്നൊക്കെ അദ്ദേഹം ഒന്ന് നോക്കിയാൽ തന്നെ അതിൻ്റെ കീഴിലിങ്ങനെ വരും ആൾക്കാർ. ഇന്ന് ആ അവസ്ഥ മാറി. ഇന്ന് സാധാരണ പറഞ്ഞാൽ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്നുള്ളൊരവസ്ഥ. അതെ. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു കൺട്രോൾ ചെയ്യാൻ ഈ പ്രമാണം നിൽക്കുന്നത് ആരായാലും ശരി, അവർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിന് യോജിപ്പുണ്ടാക്കുക, അതിന് കമ്മിറ്റിക്കാരെയും കൂടി സഹായം ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രമാണിയായിട്ട് നിന്നാൽ ഇപ്പം അങ്ങ് എൻ്റെ കൂട്ടായിട്ട് കൊട്ടാൻ കമ്മിറ്റിക്കാർ നിശ്ചയിക്കുന്നു. ഞാൻ എന്താണ് പറയുന്നത് പറഞ്ഞാൽ അതനുസരിക്കലാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ അതനുസരിക്കാതെ എന്നെ കുത്താൻ നോക്കിയാൽ അയാളെക്കാളും വലിയ ആളാണ് ഞാൻ എന്ന് വിചാരിച്ചാൽ നിങ്ങളതിന് പോകാൻ പാടില്ല. എൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ ഞാൻ നിന്നാൽ ഞാൻ നിങ്ങളെ സഹായിക്കാനുള്ള മനസ്സിലേ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ നേരെ മറിച്ചാണ് പലവരും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തൃശ്ശൂർ പൂരത്തിന് മാത്രമല്ല, ഏത് പൂരങ്ങൾക്കായാലും അതെ. ആ കലാകാരന്മാർ തമ്മിലുള്ള യോജിപ്പും ആ ബഹുമാനവും അത് ഒരുപാട് മാറിയിട്ടുണ്ട്. അംഗീകരിക്കാനുള്ള മനോഭാവമില്ല. തൻ്റെ കയ്യിൽ തൊഴിലില്ല എങ്കിലും കഴിവിനെ അംഗീകരിക്കാനുള്ള മറ്റവൻ്റെ കഴിവിനെ അംഗീകരിക്കാനുള്ള മനസ്ഥിതി പഴയ കാലത്തേക്കാളും കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് എല്ലാവരും, അല്ലേ? ഒരു കലാകാരൻ്റെ കുറവുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അവൻ്റെ നന്മയെ അംഗീകരിക്കാൻ ആരും തയ്യാറല്ല. അതാണ് ഈ അത് ഇതിന് പൊതുജനങ്ങളെയല്ല കുറ്റം പറയേണ്ട കേട്ടോ. ഇതിന് സ്വയം നമ്മൾ ഒരു സ്വയം വിമർശനം എല്ലാ കലാകാരന്മാരും വേണം. സ്വയം വിമർശനം നടത്തണം. ഞാൻ എന്തിനാണ് പോകുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം കലാകാരന്മാരിൽ അവർ സ്വയം വിമർശനം കലാകാരന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു തീർച്ചയായും. അതെ, സ്വയം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ്. അത് അറിയാത്തവരാണ്. അപ്പോൾ മാത്രമേ ഈ യോജിപ്പുണ്ടാവുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ ഇപ്പോൾ 10 പേര് കൂടി തുഴഞ്ഞിട്ട് കരക്കെത്തുന്ന വഞ്ചി, അതിൽ ആദ്യത്തെ 2 ആൾ മാത്രം വെച്ചാൽ നമ്മൾ ആ ഒരവസ്ഥ വന്നാൽ എത്തില്ല. അത് എളുപ്പമല്ല. പിന്നെ 2 ആൾ ബലത്തോടു കൂടി തുഴഞ്ഞ് ഇവരുടെ ബാക്കി 8 കൈകളും അതിനേക്കാളും മേലെ ഞാൻ ചെയ്ത് അവിടെ എത്തിക്കുന്നത് അതൊരു സ്ട്രെയിനാണ്. അതല്ല ഇവർ ചെയ്യേണ്ടത്. ആ വഞ്ചി തുഴയാൻ 10 പേരുണ്ടെങ്കിൽ
ആ 10 പേരും ഒരേ ദിശയിലേക്കുള്ള തുഴയിലാച്ചാൽ എളുപ്പത്തിലെത്തും, വളരെ സുന്ദരമായിട്ട്, ജർക്കിംഗ് ഒന്നും ഇല്ലാതെ. ഈ സംഗീതമായിട്ട് മറ്റ് വാദ്യ സംഗീതങ്ങളുമായിട്ട് ബന്ധം, മറ്റ് സംഗീത ഉപകരണങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധം, ചെണ്ടയല്ലാതെ ഏതെങ്കിലും? ഇല്ല, എനിക്ക് ചെണ്ടയിലുള്ള ചെണ്ട അല്ലാതെ ഞാൻ ഇടയ്ക്ക് വായിക്കും, പഞ്ചവാദ്യ തിമല കൊട്ടാറുണ്ട്, മദ്ദളം കൊട്ടാനറിയാം, കഥകളിപ്പാട്ടും പാടാറുണ്ട്. കഥകളിപ്പാട്ടിലൂടെയാണ് അങ്ങ് തുടങ്ങിയെന്ന്? അല്ല, കഥകളിപ്പാട്ടിലൂടെ അല്ല, ഞാൻ കഥകളിക്ക് ചെണ്ട വായനകൾ ഉണ്ടായത്. പക്ഷെ അത് ഇങ്ങനെ ഒരു കഥകളിക്ക് കൊട്ടാൻ പഠിക്കാന്ന് പറഞ്ഞാൽ ചൊല്ലിയാട്ട കളരിയിൽ ഈ കഥകളി പാട്ട് കേട്ടിട്ടാണല്ലോ നമ്മൾ അതിനും കൂടിയാണല്ലോ കൊട്ടുന്നത്. അപ്പം ആ ഒരു കേൾവിയിലുള്ള പാട്ടേ എനിക്കറിയുള്ളൂ. ഇപ്പം കഥകളിക്കൊട്ടിന് പോകാറുണ്ടോ? ഇപ്പോൾ പോകാറില്ല. ഇല്ല. അത് അങ്ങനെ പോകാതിരിക്കാൻ കാര്യം ഈ അതിനോടുള്ള താല്പര്യം കുറഞ്ഞിട്ടാണോ? അല്ല, മറ്റ് അത് പറഞ്ഞാൽ അവിടെയും ഈ 4-5 പേര്, ഇപ്പോൾ കഥകളി വേഷം, പാട്ട്, ചെണ്ട, മദ്ദളം, അതിനുള്ള അണിയറ, ചുട്ടി, മേക്കപ്പ്, ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ഒരേ മനസ്സിലുണ്ടായാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. ഇപ്പോൾ വേഷക്കാരൻ ചെണ്ടക്കാരനെ തിരിഞ്ഞു നോക്കിയാൽ ഒരു കാര്യമില്ല. ശരിക്കും അങ്ങ് പറഞ്ഞു വരുന്നത് ഈ കലാരംഗത്ത് വളരെ ഒരു തെറ്റായ കീഴ്വഴക്കങ്ങൾ നടന്നു വരുന്നതാണെന്നോ? ഒരുപാട് നടന്നു വരുന്നുണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും വേദന? ഞാൻ പരമാവധി ഇതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ല, അങ്ങേക്ക് എന്തെങ്കിലും അങ്ങേ വേദനിപ്പിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതും പലതും ഉണ്ട്. അതൊക്കെ നമ്മൾ തുറന്ന് പറഞ്ഞാൽ മറ്റു കലാകാരന്മാർക്കൊരു മനസ്സ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അല്ല, ഏത് തരത്തിലായിരിക്കും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങളെ ഒരരങ്ങത്ത് വെച്ചിട്ട് നിങ്ങൾ ശരിയല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന, ഇല്ലെങ്കിൽ നമ്മളെ ഗുരുനാഥന്മാർ പോലും നോക്കാൻ പാടില്ല. ഒരു കഥകളി രംഗത്തൊക്കെ ആണെച്ചാൽ ഗുരുനാഥന്മാർ പോലും ഈ ചെണ്ടക്കാരനെ മറ്റൊരു തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. വല്ല തെറ്റുകളും അവിടെ വന്നിട്ടുണ്ടെങ്കിലും ആ തെറ്റ് ഇനി മേലാൽ ഈ ശിഷ്യന് വരരുത് എന്ന് വിചാരിക്കുന്ന ആത്മാർത്ഥതയുള്ള ഗുരുനാഥന്മാരാണെങ്കിൽ അവർ കഴിഞ്ഞ അണിയറയിൽ പോയിട്ട് ഇവർ ഗുണദോഷിക്കാം. ആ ശിഷ്യൻ്റെ മനസ്സിൽ ഒന്നുകൂടി ബഹുമാനമേ കൂടുള്ളൂ. ഇത് നേരെ മറിച്ചാൽ കൂടെ ഇനി ഒരു വിധം നിവൃത്തിയുണ്ടെങ്കിൽ ഇതിന് ഞാൻ പോകാതിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവും. ശരിക്കും അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ഇത് ഈ രംഗത്ത് തുടരണം അല്ലെങ്കിൽ തുടരണ്ട എന്ന് തീരുമാനിച്ച ഏതെങ്കിലും ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ? അങ്ങനെയുള്ള, ഞാൻ അതാ പറഞ്ഞത്, കഥകളി കൊട്ട് പഠിച്ചതിന് ശേഷം ഒരുപാട് കഥകളി രംഗത്ത് നടന്നിട്ടുണ്ട് ഞാൻ. ഇത്തരം ഒരു അനുഭവത്തിലാണ് ഞാൻ. എന്നാൽ എനിക്ക് പണ്ടു തുടങ്ങിയൊരു സാധനമുണ്ട്. വായ്പ അരങ്ങേറ്റം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് പോയത്. അപ്പോൾ എനിക്കത് അവിടെയുണ്ട്. ഇനി ആ രംഗത്തൊന്ന് നോക്കാം. അതാകുമ്പോൾ ആരെയും കാക്കാനില്ല. നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് നേരിട്ട് കൊടുക്കാം, നേരിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കാം. അപ്പോൾ ആ ഒരു ഫീൽഡിൽ പോകാൻ തോന്നി. ഏതായാലും ഇത്രയും കാലം അപ്പോൾ ശരിക്കും ആ കഥകളി രംഗത്തുള്ള ഒരു അങ്ങേക്ക് എന്തോ മാനസികമായിട്ടുള്ള ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ട് അല്ലേ? 100%. അതുകൊണ്ടാണ് അങ്ങ് ഈ ചെണ്ടയിലോട്ടും ഈ തായമ്പകയിലോട്ടും തിരിഞ്ഞത് തന്നെ മുഖ്യ കാരണം. ഒന്നത്. രണ്ടാമത്, കഥകളി അരങ്ങുകൾ കേരളത്തിലും അല്ലെങ്കിൽ വെളിയിലും പഴയ മാതിരി ഒരുപാടില്ല. അരങ്ങുകളുണ്ടെങ്കിലും അതൊക്കെ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ആ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച് പരിപാടി നടത്തുന്ന സമയത്ത് ഒരു കൊട്ടുകാരനായിട്ട് പുറത്ത് നിൽക്കുന്ന ഒരു കലാകാരന് രക്ഷപ്പെട്ടു പോകാനുള്ളത് അന്നും എളുപ്പമല്ല, ഇന്നും അല്ല കേട്ടോ. അത് ഈ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ മാത്രമാണോ അതേ മൊത്തത്തിൽ അങ്ങനെയാണ്? അല്ല, കഥകളി വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ്. അല്ല, ഈ കലാകാരന്മാരുടെ ഇടയിലുള്ള ഈ സംഭവം ഈ കേരളത്തിൽ നമ്മുടെ ഒതുങ്ങുന്നതാണോ അതേ ഭാരതത്തിൽ മൊത്തം ഉള്ള സ്പർദ്ധ ഇങ്ങനെ നിൽക്കുന്നതാണ്? ഈ കേരളത്തിൽ അതൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ഒന്നാമത് കലാകാരന്മാരെല്ലായിടത്തും ഉണ്ടല്ലോ, എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷേ ആ എല്ലാ സ്ഥലത്തുമുള്ള കലാകാരന്മാരെ വേണ്ട മാതിരി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ വളരെ പിന്നിലാണ് എന്നുള്ളൊരു അഭിപ്രായമാണ്. മറ്റു പല സ്ഥലങ്ങളും പോയിട്ട് കണ്ടും കേട്ടും. അല്ല, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള ക്ഷേത്രാചാരങ്ങൾ അല്ലെങ്കിൽ ഈ അനുഷ്ഠാന കലകൾ അല്ലെങ്കിൽ പാരമ്പര്യ കലകൾ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ നയത്തിൽ യാതൊരു പ്രോത്സാഹനവും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അത് ശരിയാണ്? സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങൾ പോലും വേണ്ടത്ര ഇല്ലെങ്കിൽ വേണ്ട മാതിരി എന്തെല്ലാം ഉണ്ടെന്ന് ഞാൻ പറയാണ്ട് തന്നെ അങ്ങേക്ക് അറിയേണ്ട കാര്യമില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ള ഒരു പ്രശസ്തനായ ഒരു കലാകാരന് പറയാൻ ഏറെ കാണും എന്നെ കാട്ടിലും. അതെ. അപ്പോൾ പിന്നെ അതിനൊക്കെ ഒരു
എല്ലാറ്റിനും ഇപ്പോൾ ഒരു പരിധി വെച്ചിട്ടുണ്ടല്ലോ. ആ പരിധിയിൽ കൂടുതൽ നമുക്ക് നടത്താൻ പറ്റില്ല, ഇല്ലെങ്കിൽ അത് പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വേണ്ട മാതിരി എത്തേണ്ട കൈകളിലോ ഇല്ല എത്തേണ്ട സ്ഥലത്തോ എത്തുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങളാലും. ഇപ്പം തന്നെ കേരള കലാമണ്ഡലം നടത്തിപ്പുണ്ട്. അങ്ങനെയുള്ള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരുപാട് സ്കൂളുകളും കലാലയങ്ങളും ഉണ്ട്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള കലാമണ്ഡലം തന്നെയാണ് മേലെ. പക്ഷേ അവിടുത്തെ പഠന രീതിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പഠിപ്പിക്കുന്ന ഇപ്പോൾ സമയങ്ങൾ, ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് സാധകം തുടങ്ങണം. അത് ആ രീതിയിലുള്ള പഠനമായിരുന്നു. ഇപ്പോൾ അതോടുകൂടിയിട്ട് ഈ കല പഠിക്കുന്നതിനോട് കൂടിയിട്ട് അവന് എല്ലാ രാജ്യങ്ങളിലും പോകാൻ പറ്റണം, എല്ലാ ഭാഷകളും പറയാൻ പറ്റണം, അമിതമായ അതൊക്കെ വേണമെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് പഠനങ്ങൾ അവിടെ ആവശ്യമായിട്ട് വരികയാണ്. അത് വരുമ്പോൾ അതിൻ്റെ മൂല്യം കുറയും. എല്ലാം ഉണ്ടാവും, പക്ഷേ പണ്ട് കാലത്ത് 4 കൊല്ലോ 8 കൊല്ലോ അവിടുത്തെ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്ത് വരുന്നൊരു വിദ്യാർത്ഥിയെ മാതിരി ആയിരിക്കില്ല ഇന്നത്തെ ഒരു ഇൻസ്റ്റൻറ്റ് ഫുഡ് പോലെയാണ് ഇപ്പോഴത്തെ, പെട്ടെന്ന് തയ്യാറാക്കി. കലയുടെ വിഷയത്തിൽ പഴയ മാതിരി ഉണ്ടാവില്ല. പക്ഷേ അവനുള്ളൊരു മെച്ചെന്ന് പറയാൻ അവന് ഭാഷ, പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും, ഭാഷ സംസാരിക്കാം. അതെ. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മയായിട്ട് കാണാം അല്ലേ? അത് പോരായ്മയായിട്ട് നമുക്ക് വേണിച്ചാൽ കാണാം. അതാണ് കേവെന്ന് വിചാരിക്കുന്നവർ കഥാവാം. പക്ഷേ ഇതൊക്കെയാണെങ്കിലും എന്തെല്ലാം ഭാഷ പറഞ്ഞാലും നല്ലൊരു കൊട്ടുകാരൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ നല്ലൊരു വേഷക്കാരൻ്റെ അടുത്തോ പോയി കഴിഞ്ഞാൽ അപ്പോഴും ഇവൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ വിലപ്പോവില്ല. അതിന് പ്രവൃത്തി തന്നെ വേണം. പിന്നീട് പലവരും ഇപ്പോഴും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം അതാത് ഫീൽഡിലുള്ള ഗുരുനാഥന്മാരുടെ അടുത്ത് പോയിട്ട് അവർ സ്വയം തോന്നിയിട്ട് പഠിക്കുന്നവരുണ്ട്. അവർക്ക് അതിനുള്ള മെച്ചമുണ്ടാവും.